നമസ്കാരം. ഇന്ന് മാർച്ച് 1. വളരെ വിശേഷപ്പെട്ടതായ ഒരു ദിവസം. പുതിയ മാസാരംഭമാണ് എന്ന പ്രത്യേകത മാത്രമല്ല, ഇന്നേ ദിവസം മറ്റ് ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നതാണ്. ഇന്നേ ദിവസം നോക്കുകയാണ് എങ്കിൽ മാർച്ച് 1 ഞായറാഴ്ചയായ ഇന്ന് ഒരു കലണ്ടർ വർഷത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു മഹാസംഗമത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഇന്നേ ദിവസം പ്രധാനമായും ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കൂടി ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഐശ്വര്യ വർധനവിന് സഹായകരമായി തീരും. മാർച്ചിലെ ആദ്യത്തെ ദിവസം തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതും വിശേഷമായി തന്നെ പരാമർശിക്കാം. ഒരു പ്രധാനപ്പെട്ട വിശേഷപ്പെട്ടതായ തുടക്കമായി തന്നെ പരാമർശിക്കാം. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ഇന്നേ ദിവസം സാക്ഷാൽ മഹാദേവന്, പരമശിവന് വിശേഷപ്പെട്ട ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. കാരണം ഇന്ന് മഹാദേവന് വിശേഷപ്പെട്ട പ്രദോഷമാണ്. പ്രദോഷത്തിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. സാക്ഷാൽ പരമശിവനും പാർവതീദേവിയും ഏറ്റവും സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതിനാൽ ഇന്നേ ദിവസം പ്രദോഷ സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്നതായ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന എളുപ്പത്തിൽ ശിവപ്രീതിയാൽ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്താലും സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസം തന്നെയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസത്തിൻ്റെ പ്രാധാന്യം നാഗാരാധനയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ആയില്യം നക്ഷത്രവും ഒത്തുചേരുന്നു എന്നുള്ളതാണ്. ഇന്ന് മാർച്ച് 1. കൂടാതെ പ്രദോഷവും ആയില്യവും വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഞായറാഴ്ച കൂടി ആയതിനാൽ സൂര്യദേവന്റെ അനുഗ്രഹവും കടന്നു വരുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര തന്നെ തടസ്സങ്ങളാണ് എങ്കിലും പ്രയാസങ്ങളാണ് എങ്കിലും അത് മാറുവാനും ഐശ്വര്യങ്ങളും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും താഴെ പറയുന്നതായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം ഐശ്വര്യ വർധനവിന് ഉത്തമമായ ചില കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായും അനുഷ്ഠിക്കുവാൻ ശ്രമിക്കണം. രാവിലെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം സൂര്യപൂജ ആണ്. ഇന്ന് ഞായറാഴ്ച സൂര്യദേവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസം കൂടിയാണ്. അതിനാൽ ഞായറാഴ്ച ആയതിനാൽ തന്നെ പ്രഭാതത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധിയോടെ സൂര്യഭഗവാന് ജലം നിങ്ങൾ സമർപ്പിക്കണം. അതോടൊപ്പം ആദിത്യ ഹൃദയ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ചും ആ കുടുംബത്തിലെ സ്ത്രീകൾ ജപിക്കുകയാണ് എങ്കിൽ ആ കുടുംബത്തിലെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് പെട്ടെന്ന് ഉയർച്ച, പഠനത്തിലാകാം, മറ്റ് കാര്യങ്ങളിലാകാം, പുരോഗതി കൈവരിക്കുവാൻ ഉത്തമമാണ്. അതിനാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ചാണ് എങ്കിലും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ആരോഗ്യത്തിനും തേജസ്സിനും ഉത്തമമാണ് എന്ന കാര്യവും ഓർക്കുക. ഏവർക്കും ജപിക്കാം. പ്രത്യേകിച്ചും സ്ത്രീകൾ സന്താനങ്ങൾക്ക് വേണ്ടി ജപിക്കുന്നത് അതിവിശേഷവുമാണ്. ഈ ഒരു കാര്യം, അതായത് ഇന്നേ ദിവസം സൂര്യദേവന് ജലം അർപ്പിക്കേണ്ടത് അത് രാവിലെയാണ്. രാവിലെ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം സൂര്യദേവന്റെ ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രമിക്കണം. മറ്റൊരു കാര്യം, പകൽ ചെയ്യേണ്ട നാഗപൂജയാണ്. ആയില്യം നക്ഷത്രമായതിനാൽ തന്നെ നാഗദേവതകളെ ഭജിക്കുക എന്നത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇന്നേ ദിവസം നാഗരാജാവിനും നാഗേക്ഷിക്കും മുൻപിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് വീടുകളിൽ ഈ ചിത്രങ്ങളില്ല എങ്കിൽ നാഗദേവതകളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, അതായത് നാഗരാജാവിനെയും നാഗേക്ഷിയമ്മയെയും മനസ്സിൽ നിങ്ങൾ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്രകാരം നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്.
അത് സർപ്പദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുവാനും സഹായകരമായി തീരും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കണം. സർപ്പദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ടതായ കാര്യം സന്ധ്യാസമയത്താണ്. സന്ധ്യാസമയത്തും നിങ്ങൾക്ക് നാഗങ്ങളെ പ്രാർത്ഥിക്കാം. എന്നാൽ ഇന്നേ ദിവസത്തെ സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സാക്ഷാൽ പരമശിവനും പാർവതി ദേവിക്കും ഏറ്റവും വിശേഷപ്പെട്ടതായ പ്രദോഷ ദിനമാണ് ഇന്ന്. ഈ പ്രദോഷ ദിനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സാക്ഷാൽ പരമശിവനും പാർവതി ദേവിയും ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമായി തന്നെ ഈ സമയത്തെ പരാമർശിക്കാം. അതായത് പ്രദോഷ സന്ധ്യയെ പരാമർശിക്കാം. ഈ സമയത്ത് ശിവപൂജ നടത്തുകയാണ് എങ്കിൽ അത് അത്രമേൽ വിശേഷമായി കണക്കാക്കുന്നു. പ്രദോഷ സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് അത്രമേൽ വിശേഷപ്പെട്ടതായി കണക്കാക്കുന്നു. അത്രമേൽ വിശേഷമാണ്, ഏറ്റവും ശുഭകരമാണ്. പ്രദോഷ സമയത്ത് അഥവാ സന്ധ്യാസമയത്ത് തീർച്ചയായും ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും ഇന്ന് മാർച്ച് 1 കൂടി ആയതിനാൽ തന്നെ ഈ സമയം ഭഗവാന് നിങ്ങൾ വഴിപാട് നടത്തുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം ഈ മാസം വന്ന് ചേരുന്നതിന്, അല്ലെങ്കിൽ കൂടുതലും ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് ഉത്തമമാണ്. ശിവലിംഗത്തിൽ പാല്, ജലം എന്നിവയാൽ അഭിഷേകം നടത്തുന്നത് അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു വഴിപാടായി ചെയ്യുവാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായും ഇന്നേ ദിവസം മൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മൃത്യുഞ്ജയ മന്ത്രം ഇന്നേ ദിവസം 108 നിങ്ങൾക്ക് ജപിക്കാം. അത് സന്ധ്യാസമയത്താണ് എങ്കിലും, അത് രാവിലെയാണ് എങ്കിലും, ഇനി അഥവാ നിങ്ങൾ കേൾക്കുന്നത് രാത്രിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. ഇന്നേ ദിവസം ശിവമന്ത്രം ജപിക്കണം. നാഗങ്ങളുടെ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. നാഗങ്ങളുടെ മന്ത്രത്തെക്കുറിച്ച് പിന്നീട് പരാമർശിക്കാം. ആദ്യം ശിവമന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഓം നമഃശിവായ എന്ന അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിരാവിലെയും സന്ധ്യാസമയത്തും ജപിക്കാം. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും വേണം ജപിക്കുവാൻ. പ്രത്യേകിച്ചും പരമശിവന്റെ അഥവാ ശിവക്ഷേത്രത്തിലെ ഭസ്മം അണിഞ്ഞോ അല്ലെങ്കിൽ മറ്റൊരു ഭസ്മം അണിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലദായകവുമാണ്. ആദ്യം ഓം നമഃശിവായ 108 ജപിക്കുക. ശേഷം മൃത്യുഞ്ജയ മന്ത്രം ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമോ ബന്ധനാഥ് മൃത്യോർമോക്ഷിയമാമൃതാത് എന്നാണ് ഏവർക്കും അറിയാവുന്ന, പലരും നിത്യവും ജപിക്കുന്നതായ വിശേഷപ്പെട്ട മന്ത്രം കൂടിയാണ്. എന്നാൽ ഇന്നേ ദിവസം ജപിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തീർച്ചയായും ജപിക്കുക. അതേപോലെ തന്നെ ഇന്നേ ദിവസം നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ വിശേഷാൽ ഫലം നൽകും. നാഗമന്ത്രങ്ങൾ ഇപ്രകാരമാകുന്നു. 2 മന്ത്രം ഇവിടെ പരാമർശിക്കാം. അതിൽ ആദ്യത്തേതായ മന്ത്രം നാഗരാജ ഗായത്രി മന്ത്രമാണ്. ഈ മന്ത്രം നിങ്ങൾക്ക് അതിരാവിലെ മാത്രമേ ജപിക്കുവാൻ പാടൂ. അതായത് പകൽ സമയം ജപിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ രാത്രി നിങ്ങൾ ജപിക്കാൻ പാടുള്ളതല്ല. രാത്രിയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ കാണുന്നത് എങ്കിൽ ഈ ആദ്യം പരാമർശിക്കുന്ന മന്ത്രം ജപിക്കേണ്ടതായിട്ടില്ല. നാഗരാജ മന്ത്രം ഇപ്രകാരമാണ്. ഗായത്രി മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത് എന്നാണ്. ഈ മന്ത്രം 108 ജപിക്കാം. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണ ജപിക്കാം. മന്ത്രം ഇപ്രകാരമാണ്. ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത് എന്നാണ്. ഈ മന്ത്രം ഏവരും ജപിക്കുന്ന ഒരു സുപരിചിതമായ മന്ത്രം തന്നെയാണ്. തീർച്ചയായും 108 തന്നെ ജപിക്കുവാൻ പരമാവധി ശ്രമിക്കണം. ഇനി പരാമർശിക്കുന്നതായ മന്ത്രം നിങ്ങൾക്ക് രാത്രി സമയത്താണ് എങ്കിലും ജപിക്കാം. പരമാവധി 108 ജപിക്കുവാൻ ശ്രമിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ 21 തവണയെങ്കിലും ജപിക്കണം. നാഗക്ഷേത്രത്തിൽ വെച്ച് ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ വെച്ച് ജപിക്കുന്നതും ശുഭകരമാണ്.
നവനാഗസ്തോത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. മന്ത്രം ഇപ്രകാരമാകുന്നു: പിങ്ങലം വാസുകീം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ എന്നാണ്. ഈ മന്ത്രം തീർച്ചയായും ഏവരും ഇന്നേ ദിവസം 108 ജപിക്കുക. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. പിങ്ങലം വാസുകീം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ എന്നാണ്. തീർച്ചയായും ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതിനോടൊപ്പം നാഗക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക.